Good morning, all. Welcome back. So, ഇന്ന് നമ്മൾ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റിയിലെ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് കടക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോയോട് കൂടി, അതായത് ഫസ്റ്റ് 5 പാർട്ട് വീഡിയോയോട് കൂടി നമ്മൾ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിലെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. സോ ഇറ്റ് ഈസ് അബൌട്ട് HRM ഓർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നും അതുപോലെ അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, so first of all we can have a look through what do you mean by this human resource management. So മാനേജ്മെന്റ് പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എന്താണ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ it is the managing of 6 M's. ഓക്കെ, men, money, market, materials, machinery, methods. അങ്ങനെ ടോട്ടൽ 6 M's മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ ആയിട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. 6 M's പഠിപ്പിച്ചപ്പോൾ അതിന്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു എന്താണ്, മാനേജിങ് മെൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ HRM എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ മാനേജിങ് ഓഫ് എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടും എന്തിൽ വരുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് എന്നും പറയും. ഓക്കെ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്ത് പറയും, എംപ്ലോയീസ് അല്ലെങ്കിൽ പേഴ്സണൽസ് എന്ന് പറയും. സോ ദിസ് ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് ഈസ് നോൺ ആസ് human resource management or HRM or personal management. Okay, so going to the second point, it is the process of putting right people to the right task. അതായത് ഒരു ജോലിക്ക് അനുയോജ്യനായ ഒരു വ്യക്തിയെ ആ ജോലി ഏൽപ്പിക്കുക. അതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്ത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. So next point, HRM is concerned with the hiring, motivating and maintaining of workforce in an organization. അതായത് ഒരു ഓർഗനൈസേഷൻ ആവശ്യമായ ആൾക്കാരെ ഫസ്റ്റ് ഹയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, റിക്രൂട്ട്മെന്റ് എന്ന പ്രോസസ്സിലൂടെയാണ് എംപ്ലോയീസിനെ എന്താണ് ഒരു കമ്പനിയിലേക്ക് എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, അവരെ മോട്ടിവേറ്റ് ചെയ്യും. അതിനുശേഷം ആ ഒരു എടുത്ത ആൾക്കാരെ പ്രോപ്പറായിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ആ ഒരു ആൾക്കാർ നമ്മൾ എടുക്കുന്ന എംപ്ലോയീസ് ഏത് സെക്ഷനിലാണ് സ്യൂട്ടബിൾ എന്ന് കണ്ടെത്തി അവരെ ആ സെക്ഷനിലേക്ക് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, HRM മേക്സ് മാക്സിമം യൂസ് ഓഫ് എംപ്ലോയീസ് ടാലന്റ് ആൻഡ് എബിലിറ്റീസ്. അതായത് നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്, ഒരു ജോലിക്ക് ഏറ്റവും അനുയോജ്യനായ ഒരാളിനെ ആയിരിക്കും നമ്മൾ ആ ജോലിക്ക് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ കഴിവുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടാലന്റും എബിലിറ്റീസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മൂവിങ് ഓൺ. So now we will discuss about the different functions of HRM, different functions of human resource management or different functions of personal management. Okay, so the functions of HRM can be broadly classified into 3 categories. They are managerial functions, operative functions and advisory functions. Okay, so ഒരു HRMന്റെ ഫങ്ഷൻസിനെ നമ്മൾ മെയിൻ ആയിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. മാനേജറിയൽ ഫങ്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും, ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആയിട്ട്, അതുപോലെ അഡ്വൈസറി ഫങ്ഷൻസ്. സോ മാനേജറിയൽ ഫങ്ഷൻസ് വരും, ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് വരും, അതുപോലെ അഡ്വൈസറി ഫങ്ഷൻസും വരും. സോ നമുക്ക് ഇത് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ത്രൂ ദി മാനേജറിയൽ ഫങ്ഷൻസ്. സോ ഈ മാനേജറിയൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ഇത് നമ്മൾ ഓൾറെഡി എന്താണ് പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. മാനേജ്മെന്റ് എവിടെ വന്നാലും അവിടെ എല്ലാം ഈ ഫങ്ഷൻസ് കാണും. ഓക്കെ, HRM എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈപ്പ് മാനേജ്മെന്റ് ആണ്. ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന ആ മാനേജ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, HRM അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, അത് ജനറൽ ആയിട്ട് എല്ലാ മാനേജ്മെന്റുകൾക്കും വരുന്നതാണ്. സോ അതെന്താണ്, അത് ഇവിടെയും വരും. അതിനെയാണ് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി ആയ മാനേജറിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ദ മാനേജറിയൽ ഫങ്ഷൻസ് ആർ, we have already gone through this in the previous video: directing, planning, decision making, organizing, controlling, staffing. So ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് കൂടെ പഠിച്ചിരുന്നു. എന്താണ്, DPDocs, ഡിസ്പ്ലേ പിക്ചർ ഡോക്യുമെന്റ്സ് എന്ന രീതിയിൽ ഒരു ഷോർട്ട് കട്ട് കൂടെ പഠിച്ചിരുന്നു.
സോ മാനേജറിയൽ ഫങ്ഷൻസ് നന്നായി മനസ്സിലാക്കാൻ വേണ്ടി അന്നത്തെ നോട്ട് ഒന്നുകൂടെ റെഫർ ചെയ്താൽ മതി. സോ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ്, ദറ്റ് ഈസ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. So first point, these are also known as operational functions. അതായത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസിനെ ഓപ്പറേഷണൽ ഫങ്ഷൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, these are dedicated functions that performed only by the HR department or personal department in an industry. അതായത് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ ഫങ്ഷൻസ് ഏതായിരുന്നു? മാനേജറിയൽ ഫങ്ഷൻസ് ആയിരുന്നു. ഈ മാനേജറിയൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ മാനേജ്മെന്റിലും വരുന്ന ഫങ്ഷൻസ് ആണ്. ഓക്കെ, കോമൺ ആയിട്ട് വരുന്ന ഫങ്ഷൻസ് ആണ്. ഈ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് മാത്രം ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, it helps in building a good team of work professionals for business operations. അതായത് ഒരു ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മികച്ച ഒരു ടീമിനെ വാർത്തെടുക്കാൻ നമുക്ക് എന്തിലൂടെ സാധിക്കും? ഈ ഓപ്പറേറ്റീവ് ഫങ്ഷൻസിലൂടെ സാധിക്കും. ഓക്കെ, സോ ദ ഡിഫറെന്റ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ഓഫ് HRM can be listed as shown in the slide. They are employment, development, compensation, maintenance, motivation, personal records, industrial relations and separation. സോ ഈ 8 കാര്യങ്ങളാണ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസിനകത്ത് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് HRM, അതിൻ്റെ HRM എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഏതൊക്കെ ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്? മാനേജറിയൽ ഫങ്ഷൻസ് ഉണ്ട്, ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ എന്താണ് അഡ്വൈസറി ഫങ്ഷൻസ് ഉണ്ട്. മാനേജറിയൽ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? കോമൺ ആയിട്ട് എല്ലാ ടൈപ്പ് മാനേജ്മെന്റിലും വരുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ മാനേജറിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഭാഗമാണത്. നെക്സ്റ്റ് വൺ എന്താണ്? ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. ഈ ടൈപ്പ് ഫങ്ഷൻസിനെ ഓപ്പറേഷണൽ ഫങ്ഷൻസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇത് ചെയ്യുന്ന ആരാണ്? ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനിയിലെ HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് മാത്രം നിർവഹിക്കേണ്ട ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ 8 ഓപ്പറേഷണൽ ഫങ്ഷൻസ് ആണ് ഉള്ളത്. ആ 8 എണ്ണമാണ് നിങ്ങൾ ഈ സ്ലൈഡിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കിത് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, so going to the first operational function, that is employment. First point, it refers to the appointment of proper kind and number of persons necessary to achieve the goal of an organization. അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ എന്താണ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ എന്താണ് നേടുന്നതിന് ആവശ്യമായ എന്താണ് അതിന് പറ്റിയ ആൾക്കാരെ അല്ലെങ്കിൽ എത്ര എണ്ണം ആൾക്കാരെ വേണം അവരെ പ്രോപ്പർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എംപ്ലോയ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ്, ദിസ് ഇൻവോൾവ്സ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് എക്സെട്ര ഓഫ് ദ പേഴ്സണൽ. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെ വരും? ഈ എംപ്ലോയിയുടെ റിക്രൂട്ട്മെന്റ് വരും, അദ്ദേഹത്തിന്റെ സെലക്ഷൻ വരും, അദ്ദേഹത്തിന്റെ പ്ലേസ്മെന്റ് വരും. ഓക്കെ, സോ ഒരു സ്യൂട്ടബിൾ എംപ്ലോയിയെ കണ്ടെത്തിയതിനു ശേഷം എന്ത് ചെയ്യും? അദ്ദേഹത്തിന് അനുയോജ്യമായ ജോലി ഈ കമ്പനിയിൽ ഏതാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തെ ആ ഒരു സെക്ഷനിലേക്ക് പ്ലേസ് ചെയ്യും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ഈസ് ഡെവലപ്മെന്റ്. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് മാനേജ്മെന്റ് ടു ട്രെയിൻ ഈച്ച് എംപ്ലോയി പ്രോപ്പർലി ടു ഡെവലപ്പ് ടെക്നിക്കൽ സ്കിൽസ് ഫോർ ദ ജോബ്. സോ നമ്മൾ ഫസ്റ്റ് ഒരാളെ സെലക്ട് ചെയ്തു, അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഒരു സെക്ഷനിൽ പ്ലേസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ എടുക്കുന്ന ആ ഒരു എംപ്ലോയിക്ക് എന്താണ് ആ ഒരു സെക്ഷനെ പറ്റി ഉള്ള കാര്യങ്ങളൊന്നും അറിയണം എന്നില്ല. സോ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ആ ജോലി സംബന്ധമായ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഓക്കെ, സോ ഗോയിങ് ടു ദി നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻവോൾവ്സ് ഡെവലപ്പിംഗ് ഹിം ഫോർ ഹയർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ടു. അതായത് ഭാവിയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനു കൂടി വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി, അതായത് ഇപ്പൊ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിന് ട്രെയിൻ ചെയ്താൽ പോരാ, ഇനി അടുത്ത ഒരു ഹയർ ലെവലിൽ അദ്ദേഹം എന്ത് ജോലിയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതുകൂടി എന്ത് ചെയ്യണം? ഒരു എംപ്ലോയിയെ നമ്മൾ കമ്പനിയിൽ സെലക്ട് ചെയ്താൽ അദ്ദേഹത്തിന് അതിനു വേണ്ടി ട്രെയിനിങ് കൂടി കൊടുത്തിരിക്കണം. ഓക്കെ, so going to the next function, it is compensation. So compensation എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? റെമ്യൂണറേഷൻ എന്നാണ്. ഓക്കെ, നമുക്ക് ഇത്ര കോമ്പൻസേഷൻ കിട്ടണം എന്നൊക്കെ പറയില്ലേ? കോമ്പൻസേഷൻ അനദർ മീനിങ് ഈസ് റെമ്യൂണറേഷൻ. നമ്മൾ എന്തൊക്കെ ടൈപ്പ് റെമ്യൂണറേഷൻ പഠിച്ചു?
സാലറി പഠിച്ചു, വേജസ് പഠിച്ചു, അഡീഷണൽ റെമ്യൂണറേഷൻ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന എന്ത് പറയും? ഇൻസെന്റീവ്സ് എന്ന് പറയും. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് അഡിക്വേറ്റ് ആൻഡ് ഇക്വിറ്റബിൾ റെമ്യൂണറേഷൻ ഓഫ് ദി എംപ്ലോയീസ് ഇൻ ദി ഓർഗനൈസേഷൻ. അഡിക്വേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആവശ്യത്തിനനുസരിച്ച് എന്നാണ് അഡിക്വേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഇക്വിറ്റബിൾ എന്ന് വെച്ചാലോ, അതായത് ഒരേ ഗ്രേഡിലുള്ള എംപ്ലോയീസിന് ഒരേപോലെ സാലറി കൊടുക്കണം, അല്ലാതെ ഒരേ ഗ്രേഡിലുള്ള എംപ്ലോയീസിന് സാലറി കൊടുക്കുമ്പോൾ അതിലെന്താണ് വ്യത്യാസം വരാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ പേഴ്സണൽ ക്യാൻ ബി കോമ്പൻസേറ്റഡ് ബോത്ത് ഇൻ ടേംസ് ഓഫ് മോണിറ്ററി ആസ് വെൽ ആസ് നോൺ മോണിറ്ററി റിവാർഡ്സ്. അതായത് നമ്മൾ ഈ കമ്പനിയിലെ എംപ്ലോയിക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നത് മോണിറ്ററി ആയിട്ടും കൊടുക്കും, അതല്ലാതെ എങ്ങനെയാണ് നോൺ മോണിറ്ററി ആയിട്ടും നമുക്ക് കൊടുക്കുക. അതായത് എന്താണ്, സാമ്പത്തികമായിട്ട് കൊടുക്കാം, അല്ല അദ്ദേഹത്തിന് എന്താണ് എന്തെങ്കിലും സർവീസ് ആയിട്ടും കൊടുക്കാം. ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, ചില കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ എന്താണ് ഹെൽത്ത് ക്ലെയിം അല്ലെങ്കിൽ മെഡി ക്ലെയിം ഒക്കെ കാണും. അവർക്ക് ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ് അവിടെയുള്ള ട്രീറ്റ്മെന്റ് ഫ്രീ ആയിരിക്കും. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ അവിടുത്തെ നമ്മൾ കൊടുക്കുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത് മോണിറ്ററി ആയിട്ട് അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നുണ്ട്, സാലറിയോ വേജസോ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് എന്താണ് നോൺ മോണിറ്ററി ആയിട്ട് റിവാർഡ്സും കൊടുക്കുന്നുണ്ട്. ഓക്കെ, so going to the next point, it is maintenance. So the next operative function is maintenance or safety and welfare of the personnel in an organization. Okay, the organization must be provided with good working conditions so that they may like their work and workplace. അതായത് ഒരു ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് വളരെ മികച്ച ഒരു എന്താണ് തൊഴിൽ സാഹചര്യം ഒരു കമ്പനി ഒരുക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് നന്നായി ആ ജോലി ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദിസ് മെയിൻറ്റെയിൻ ദെയർ എഫിഷ്യൻസി. ഇങ്ങനെ ഒരു നല്ല സാഹചര്യം അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്താൽ എന്താണ്, ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് എന്താണ് എഫിഷ്യൻസിയും കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, വർക്കിംഗ് കണ്ടീഷൻസ് സർട്ടൻലി ഇൻഫ്ലുവൻസ് ദ മൊറൈൽ ഓഫ് എംപ്ലോയീസ്. മൊറൈൽ മീൻസ് എന്താണ്, ആ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് എന്നാണ്. സോ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എന്താണ് എംപ്ലോയീസിന്റെ കോൺഫിഡൻസും ഉയർത്തും. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കമ്പനികളിലൊക്കെ ഈ ക്ലബ്ബുകളൊക്കെ കാണും. ക്ലബ്ബ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഇൻഡോർ ഗെയിംസ് ആയ ചെസ്, ക്യാരംസ് ഇതൊക്കെ കൊടുക്കുന്ന റീക്രിയേഷൻ റൂംസ് എന്ന് പറയും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ എംപ്ലോയീസിന് കൊടുക്കുന്നത് എന്തിനാണ്, എപ്പോഴും ജോലി 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 എന്ന് പറഞ്ഞിരിക്കാതെ അവർക്ക് എന്താണ് കുറച്ച് മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള സാഹചര്യം കൂടി നമ്മൾ സാധാരണ ഈ കമ്പനികളിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. So the next point is motivation. The human resource manager, HR manager, helps the various department managers to design a system of financial and non-financial rewards to motivate the employees. So HR manager എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സും ആയിട്ട് ഒത്തുചേർന്ന് എന്ത് ചെയ്യണം, ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യണം. സോ ദാറ്റ് എങ്ങനെയായിരിക്കണം, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ് will be given to the employees so as to motivate them. Okay, ഫിനാൻഷ്യൽ റിവാർഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം എന്താണ്, സാലറി വരും, പിന്നെന്ത് വരും, ഫിനാൻഷ്യൽ റിവാർഡ്സ് എന്തൊക്കെയാണ്, സാലറി വരും, വേജസ് വരാം, പിന്നെന്ത് പറയും, ഇൻക്രിമെന്റ് ഒക്കെ വരുന്നത് ഇതിനകത്താണ്. സാലറി ഇൻക്രിമെന്റ്, അതായത് ഒരു എംപ്ലോയി ഒരു കൊല്ലം പൂർത്തിയാക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ സാലറിയിൽ ഒരു ചെറിയ വർധനം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ഓരോ കൊല്ലം കഴിയുമ്പോഴും ഇൻക്രിമെന്റ് കൂടി വരും. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ അലവൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഓണം, ക്രിസ്മസ് അതുപോലുള്ള ഫെസ്റ്റിവൽ സമയത്ത് അദ്ദേഹത്തിന്റെ സാലറിയിൽ ഒരു ചെറിയ വർധനവ് കാണും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെസ്റ്റിവൽ അലവൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ്, ഫിനാൻഷ്യൽ റിവാർഡ്സ് ആണ്. നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, മെഡി ക്ലെയിമോ അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ ഇൻഷുറൻസോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്, നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സിൽ വരുന്നത്. ഓക്കെ, so going to the next operative function, it is personal records. So in an industry we have to keep the personal records. So we have to keep their own records that are related to a personnel. So ഒരാളുമായി സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. സോ അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, HRM ആണ് ഓരോ എംപ്ലോയീസിന്റെയും റെക്കോർഡ്സ് ഒരു കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, going to the first point, the human resource department or HR department maintains the records of employees working in the enterprise. Okay, കമ്പനി വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും റെക്കോർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്.
Next one, it keeps full records of their training, achievements, transfer, promotion and absenteeism. സോ ഏതൊക്കെ റെക്കോർഡുകൾ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്? HR ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ് സംബന്ധമായ ഡീറ്റെയിൽസ് എല്ലാം സൂക്ഷിക്കുന്നുണ്ട്. അച്ചീവ്മെന്റ്സ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ആബ്സെന്റിസം മീൻസ് അദ്ദേഹത്തിന്റെ ലീവ് ഹിസ്റ്ററി, അദ്ദേഹം എത്ര ലീവ് എടുത്തു, അദ്ദേഹത്തിന് ഇനി എത്ര ലീവ് ബാക്കിയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഫംഗ്ഷന്റെ പേര് എന്താണ്? മെയിൻ്റനൻസ് ഓഫ് പേഴ്സണൽ റെക്കോർഡ്സ്. ഓക്കെ. So going to the next operative function, it is industrial relations. The responsibility of maintaining a good industrial relations is mainly discharged by the human resource manager. So ഒരു HR മാനേജർ ആണ് എന്ത് ചെയ്യുന്നത്? ഒരു HR മാനേജറുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ കമ്പനിയിലുള്ള എംപ്ലോയീസിനിടയിൽ എന്താണ് വളരെ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കൂ? നമ്മൾ ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസിൽ അവസാനം പഠിച്ചത് എന്താണ്? എസ്പിരിറ്റ് ഡി കോപ്സ്, അല്ലെങ്കിൽ എന്താണ്? ടീം സ്പിരിറ്റ് ഉണ്ടാവും. ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കൂ? കമ്പനി വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ. The human resource manager can help in collective bargaining, joint consultation and settlement of disputes if the need arises. So നമ്മളിവിടെ കുറച്ച് പുതിയ വാക്കുകൾ പഠിക്കുന്നുണ്ട്. കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് വെച്ചാൽ എന്താണ്? ഈ തർക്ക പരിഹാരം എന്നാണ് കറക്റ്റ് മലയാളം അതിൻ്റെ. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ എന്താണ് ഈ സാലറി കൂടുതൽ കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാം? എംപ്ലോയീസ് സമരം ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ HR മാനേജറും ഈ എന്താണ് തൊഴിലാളികളുടെ നേതാക്കളും തമ്മിൽ എന്താണ് ചർച്ചകൾ വെക്കുകയും ആ ഒരു ചർച്ചയിലൂടെ എന്ത് ചെയ്യും? അവർ ഈ ഒരു പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും. ഓക്കെ. ഈ സാലറി ഡിസ്പ്യൂട്ട്സ് ഒക്കെ പരിഹരിക്കുന്നത് എന്താണ്? കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെയാണ്. നെക്സ്റ്റ് വൺ, ജോയിന്റ് കൺസൾട്ടേഷൻ. ജോയിന്റ് കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ കമ്പനി പുതിയതായിട്ട് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നു എന്നിരിക്കട്ടെ. ഓക്കെ. ഒരു ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരികയാണ്. ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എംപ്ലോയീസിന്റെ മുകളിൽ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. സോ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും നടപടികൾ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഈ ഒരു എംപ്ലോയീസിന്റെ ലീഡേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ എന്തെങ്കിലും യൂണിയൻ ലീഡേഴ്സോ അവരുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യണം? ഒരു മീറ്റിംഗ് വെക്കണം. ആ മീറ്റിങ്ങിൽ എന്താണ് ഇങ്ങനെ കുറച്ച് പുതിയ നിയമങ്ങളൊക്കെ ഇവിടെ കമ്പനിയിൽ വരാൻ പോവുകയാണ്, എന്തെങ്കിലും എതിർ അഭിപ്രായമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് എന്താണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം. ഓക്കെ. ഈ ഒരു മീറ്റിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ജോയിന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് മീൻസ് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നെങ്കിൽ അതിന്റെ സെറ്റിൽമെന്റും ആരാണ് ചെയ്യേണ്ടത്? HR മാനേജറാണ് ചെയ്യേണ്ടത്. ഓക്കെ. സോ HR മാനേജർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കളക്റ്റീവ് ബാർഗെയിനിങ് ഉണ്ട്, ജോയിന്റ് കൺസൾട്ടേഷൻ ഉണ്ട്, അതുപോലെ എന്താണ് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ഇഫ് ദ നീഡ് അറൈസസ്. അതായത് ആവശ്യമെങ്കിൽ ഈ 3 ജോലിയും ചെയ്യേണ്ട ആരാണ്? HR മാനേജർ ആണ്. ഇതെല്ലാം എന്ത് ഫംഗ്ഷനിൽ വരുന്നതാണ്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന ഫംഗ്ഷനിൽ വരുന്നതാണ്. അതെന്താണ്? അതൊരു ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഇസ് പെർഫോംഡ് ബൈ ദ HR ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. So going to the last point, that is separation. It is also an operative function performed by the HR management. So this refers to separation of the employee from the organization. ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷൻ വിട്ടു പോകുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു എംപ്ലോയി ഒരു ഫേം വിട്ടു പോകാം? It can be in the form of transfer, retirement, etc. Okay. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്യൂസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾ ഇപ്പോൾ 20 സെക്കൻഡ് സമയമുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ വരുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ കറക്റ്റ് യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. സോ യുവർ ക്വസ്റ്റ്യൻ ഈസ്, which of the following is a limitation of functional organization? Okay. ഇത് ഫങ്ഷണൽ ഓർഗനൈസേഷന്റെ ലിമിറ്റേഷൻ എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷന്റെ ലിമിറ്റേഷൻ? ഓക്കെ. യുവർ ഓപ്ഷൻസ് ആർ, it reduces wastage, specialist as department heads, multiplicity of command, and none of these. So you guys have 20 seconds time. You can comment the answer in the YouTube comment section and your time starts now.
ഓക്കെ, ടൈം അപ്പ്. വി ആർ മൂവിങ് ഓൺ. സോ നമ്മളിപ്പോൾ രണ്ട് ടൈപ്പ് ഫംഗ്ഷൻസ് പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് മാനേജറിയൽ ഫംഗ്ഷൻസ് പഠിച്ചു, അത് കഴിഞ്ഞ് ഏതാണ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസും പഠിച്ചു. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ദ HR department or human resource management is advisory functions. ഓക്കെ, അഡ്വൈസറി ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ ആ വേർഡിൽ തന്നെ അതിന്റെ മീനിങ് ഉണ്ട്. എന്താണ്? ആർക്കെങ്കിലും നമ്മൾ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം വരുന്നത് എവിടെയായിരിക്കും? അഡ്വൈസറി ഫംഗ്ഷൻസിന് കീഴിലായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കേണ്ടത് എന്താണ്? HR ഡിപ്പാർട്ട്മെന്റ് ആർക്കൊക്കെയാണ് എന്താണ് അഡ്വൈസസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുന്നത് ആർക്കൊക്കെയാണ് എന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമുക്ക് ഇതിന്റെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഇൻ അഡ്വൈസറി ഫംഗ്ഷൻസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് അഡ്വൈസ് ടു ദ ടോപ്പ് മാനേജ്മെന്റ്. അതായത് എന്താണ്? ടോപ്പ് ലെവൽ എംപ്ലോയീസിന് കൊടുക്കുന്ന അഡ്വൈസിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, HR ഡിപ്പാർട്ട്മെന്റ് ടോപ്പ് ലെവൽ എംപ്ലോയീസിന് കൊടുക്കുന്ന അഡ്വൈസുകൾ എന്തൊക്കെയാണ്, എന്തിനെ പറ്റിയാണ് എന്നുള്ള കാര്യമാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ പേഴ്സണൽ മാനേജർ അല്ലെങ്കിൽ എന്താണ് HR മാനേജർ അഡ്വൈസസ് ദി ടോപ്പ് മാനേജ്മെന്റ് ഇൻ ഫോർമുലേഷൻ ആൻഡ് എവാലുവേഷൻ ഓഫ് പേഴ്സണൽ പ്രോഗ്രാംസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാം? ടോപ്പ് മാനേജ്മെന്റിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന ആരാണ്? HR മാനേജർ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജർ ആണ്. ഓക്കെ, next point is he also gives advice for achieving and maintaining good human relations and high employee morale. അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തമ്മിൽ എന്താണ് നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷൻ വരുത്താൻ വേണ്ടിയും അതുപോലെ എന്താണ് ഒരു എംപ്ലോയിയുടെ എന്താണ് മൊറൈൽ മീൻസ് ഇസ് കോൺഫിഡൻസ്, ഒരു എംപ്ലോയിയുടെ കോൺഫിഡൻസ് മാക്സിമം ബൂസ്റ്റ് ചെയ്യാനും വേണ്ട അഡ്വൈസ് എന്ത് ചെയ്യാം? HR മാനേജർക്ക് ടോപ്പ് മാനേജ്മെന്റിന് കൊടുക്കാം. ഓക്കെ, സോ ഇനി വേറെ ആർക്കൊക്കെ അദ്ദേഹം അഡ്വൈസ് കൊടുക്കുന്നുണ്ട്? അഡ്വൈസ് ടു ദി ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. ഓക്കെ, ടോപ്പ് മാനേജ്മെന്റിന് HR മാനേജർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എന്താണ് HR മാനേജർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനും വേണ്ട അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. The personal manager offers advice to the heads of various departments on matters such as manpower planning, recruitment and selection, training, performance appraisal. Manpower planning എന്ന് വെച്ചാൽ എന്താണ്? Manpower means the number of employees required to perform a particular job. So manpower planning means ഒരു ജോലി ചെയ്യാൻ എത്ര ആൾക്കാരെ വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? Manpower planning എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, അതായത് അപ്പോയിന്റ്മെന്റ് പ്രോസസ്. ഓക്കെ, next one training, last one performance appraisal. Performance appraisal means assessment of performance of an employee or measurement of performance of an employee. So ഈ നാല് കാര്യങ്ങളിലും എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആരാണ്? പേഴ്സണൽ മാനേജർ ആണ്, അല്ലെങ്കിൽ ആരാണ്? HR മാനേജർ ആണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ HRMന്റെ 3 ടൈപ്പ് ഫംഗ്ഷൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരുന്നു? മാനേജറിയൽ ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ച എന്തൊക്കെയാണോ അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ വരുന്നത്. അതിനുശേഷം എന്ത് പഠിച്ചു? ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് പഠിച്ചു, അല്ലെങ്കിൽ എന്താണ് ഓപ്പറേഷണൽ ഫങ്ഷൻസ് എന്നും പറയും. അത് ടോട്ടൽ 8 കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ടൈപ്പ് ഫങ്ഷൻസ് എന്താണ്? അഡ്വൈസറി ഫങ്ഷൻസ്. അഡ്വൈസറി ഫങ്ഷൻസ് ആർ കൺസേൺഡ് വിത്ത് ഗിവിംഗ് അഡ്വൈസ്. ഓക്കെ, സോ വി ഹാവ് ടു ചെക്ക് to whom the HR manager is giving advice. So he can give advice to the top management and also he can give advice to the department heads also. Okay, so നമ്മൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് കൂടെ പറയുകയാണ്. സോ ടോട്ടൽ 3 ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആണ് ഉള്ളത്. ഫംഗ്ഷൻസ് ഓഫ് HR എന്ന് പറയുമ്പോൾ മാനേജറിയൽ ഫംഗ്ഷൻസ് ഉണ്ട്, ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ഉണ്ട്, ലാസ്റ്റ് വൺ എന്തായിരുന്നു? അഡ്വൈസറി ഫംഗ്ഷൻസ്. അഡ്വൈസറി ഫംഗ്ഷൻസിൽ ആർക്കൊക്കെയാണ് അഡ്വൈസ് കൊടുക്കുന്നത്? അഡ്വൈസ് ഈസ് ഗീവൺ ടു ദി ടോപ്പ് മാനേജ്മെന്റ് ആസ് വെൽ ആസ് അഡ്വൈസ് ഈസ് ഗീവൺ ടു ദി ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. ഓക്കെ, മാനേജറിയൽ ഫംഗ്ഷൻസ് പഠിക്കാൻ എന്താണ് ഷോർട്ട് കട്ട്? DP ഡോക്സ് തന്നെയാണ്, നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യം തന്നെയാണ്, ഡിസ്പ്ലേ പിക്ചർ ഡോക്യുമെന്റ്സ്. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് പഠിക്കാൻ ഒരു ഷോർട്ട് കട്ട് റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? 8 ഫംഗ്ഷൻസ് എടുക്കുക, അതിന്റെ ഫസ്റ്റ് ലെറ്റർ എടുക്കുക, അതിനുശേഷം നിങ്ങൾക്ക് തന്നെ ഒരു ഷോർട്ട് കട്ട് റെഡി ആക്കാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പഠിക്കുക. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ഷോർട്ട് കട്ടാണ് PM SIM CDE. എന്താ? പ്രൈം മിനിസ്റ്റർ സിം ഈസ് CDE. അതായത് പ്രൈം മിനിസ്റ്ററുടെ സിമ്മിന്റെ പേര് CDE എന്നാണ്. എന്നൊരു ഷോർട്ട് കട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇതിൽ ഓരോ ലെറ്റേഴ്സും എന്താണ്? ഓരോ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ P റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? പേഴ്സണൽ റെക്കോർഡ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. M റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്?
മെയിൻ്റനൻസ് ആണ്. എസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സെപ്പറേഷൻ, ഐ ഫോർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, എം ഫോർ മോട്ടിവേഷൻ, സി ഫോർ കോമ്പൻസേഷൻ, ഡി ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇ ഫോർ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഷോർട്ട് കട്ട്സ് ആക്കി പഠിക്കുക. ഓക്കെ, ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ എളുപ്പം ഓർത്തെടുക്കാൻ നോക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഈ നോട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനുശേഷം ഈ ഒരു ഷോർട്ട് കട്ട് മാത്രം ഓർത്ത് വയ്ക്കുക. വളരെ ഈസി ആയിട്ട് ഒരു പോയിന്റ് പോലും ഇതിൽ മിസ്സാവാതെ, അതായത് ഒരു ഫംഗ്ഷൻ പോലും മിസ്സാവാതെ നിങ്ങൾക്കിത് എഴുതാൻ സാധിക്കും. ഓക്കെ, so we are winding up today's session. We will discuss about more topics in the coming classes. Okay, thank you all. Stay safe.